എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. ഒപ്പം സൈഡ് ലൈറ്റ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. വിഭവസമൃദ്ധമായ ഒരു ഇല്ല സദ്യ, അത് കഴിക്കുക എന്നുള്ളത് നമ്മൾ പലർക്കും ഒരു വീക്ക്നെസ് തന്നെയാണല്ലോ. സദ്യയൊക്കെ ഇപ്പോൾ മിക്കവാറും ഹോട്ടലുകളിൽ വളരെ സാധാരണയാണ്. പക്ഷേ 365 ദിവസവും നല്ല കല്യാണ സദ്യ പോലെ വിഭവസമൃദ്ധമായ സദ്യ കിട്ടുന്ന ഒരു സ്ഥലം നമ്മുടെ എറണാകുളത്തുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? അവിടേക്കാണ് ഇന്ന് സൈഡ് ലൈറ്റ്സ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. നമ്മുടെ കലൂർ കടവന്ത്ര റോഡിൽ കടവന്ത്ര ഭാഗത്തേക്ക് പോകുമ്പോൾ സുഭാഷ് ചന്ദ്രബോസ് റോഡിലേക്ക് തിരിയുന്ന ഒരു സിഗ്നൽ ഉണ്ടല്ലോ. ആ സിഗ്നൽ താണ്ടി കടവന്ത്ര ഭാഗത്തേക്ക് ഒരു 30-40 മീറ്റർ മുന്നോട്ട് പോയാൽ ഇടത്ത് വശത്ത് നമുക്കൊരു ബോർഡ് കാണാം, ദേവകീയം ഊട്ടുശാല. ഇതാണ് നേരത്തെ പറഞ്ഞ സ്ഥലം. ഇത്തിരി കൺജസ്റ്റഡ് ആയിട്ടുള്ള ഈ എൻട്രൻസ് ഭാഗമൊക്കെ കണ്ട് പേടിക്കണ്ട. ഇതിന് തൊട്ടടുത്ത് തന്നെ വളരെ വിശാലമായ കാർ പാർക്കിംഗ് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഊട്ടുശാലയ്ക്ക് അകത്തേക്ക് കയറിയാൽ ഇതാണ് ആംബിയൻസ്. ഒരു 30-35 പേർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഉണ്ട്. അതുകൂടാതെ വളരെ വൃത്തിയുള്ള വാഷ് ഏരിയ, ടോയ്ലറ്റ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി മെനു ഒന്ന് നോക്കാം. പലതരത്തിലുള്ള സദ്യകളാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. പായസമുള്ളത്, പായസമില്ലാത്തത്, 2 തരം പായസവും ബോളിയും ഉൾപ്പെട്ടത്. അങ്ങനെ ആദ്യ സന്ദർശനത്തിൽ ഒട്ടും കുറയ്ക്കേണ്ടെന്ന് വെച്ചു. നല്ല ടോപ്പിൻ്റെ സദ്യ തന്നെ ഓർഡർ ചെയ്തു. 2 തരം പായസവും ബോളിയും ഒക്കെ ഉൾപ്പെട്ടത്. അതിലെന്തൊക്കെയാണ് വിഭവങ്ങളെന്ന് കണ്ടോളൂ. പപ്പടം, പഴം, ഉപ്പേരിയിൽ തുടങ്ങിയ ഒരു 10-15 വിഭവങ്ങളൊക്കെ ആയിട്ട് നല്ല വിഭവസമൃദ്ധമായിട്ടുള്ള ഒരു വെജിറ്റേറിയൻ സദ്യ. എന്തായാലും സംഗതി കുശാലായി. ഈ ഊട്ടുശാലയെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഈ ഹോട്ടലുകാരുടെ തന്നെ നേരിട്ടൊന്ന് ചോദിക്കാം. നമസ്കാരം. അപ്പോൾ നമ്മളിങ്ങനെ ദേവകീയം ഊട്ടുശാലനെ പറ്റി കേട്ടറിഞ്ഞ് വന്നതാണ്. അപ്പോൾ എത്ര നാളായി ഇത്? ഞാൻ ബോർഡ് കുറെ കാലമായിട്ട് ഇവിടെ കാണുന്നുണ്ട്. റെസ്റ്റോറന്റ് തുടങ്ങിയിട്ട് ഒരു 5 വർഷത്തോളമായി. മാനേജ്മെന്റ് ഒന്ന് ചേഞ്ച് ആയിട്ട് 8 മന്ത് ആയിട്ടുള്ളൂ. 8 മാസമായിട്ടുള്ളൂ അല്ലേ? അപ്പോൾ ഈ ഇതുപോലെയുള്ള ഈ ഹാളും ഇതൊക്കെ ഇപ്പോൾ ഇതുപോലെ സജ്ജീകരിച്ചിട്ട് 8 മാസമായിട്ടുള്ളൂ. എന്തൊക്കെയാണ് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യാലിറ്റീസ്? നമ്മൾ സദ്യയാണ് 365 ദിവസം നമ്മൾ സദ്യ കൊടുക്കുന്നത്. സദ്യ, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, വൈകുന്നേരം സ്നാക്സ്, പിന്നെ ഈ ചാട്ട് ഐറ്റംസ്. വൈകുന്നേരം ഫുഡ് ഉണ്ടോ? ഫുഡ് വേറെ ഐറ്റംസ് ഇല്ല, ചാട്ട് ഐറ്റംസ്, പിന്നെ സ്നാക്സ്, കോഫി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെ ഉണ്ടാവുക? മസാല ദോശ, മൈസൂർ ദോശ, പിന്നെ ഇഡലി. അത് ശരി. എത്ര മണി വരെയാണ് കാലത്ത്? രാവിലെ 8 മണി തൊട്ട് ഒരു 11 മണി വരെ, 7-8 മണി. ഉച്ചയ്ക്ക് ഈ സദ്യ മീൽസാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഓക്കെ. എങ്ങനെയുണ്ട് ഇത് ഇപ്പോൾ റിനോവേറ്റ് ചെയ്തതിന് ശേഷം? എല്ലാവരും നല്ല റെസ്പോൺസാണ്. അത് ശരി. ഓക്കെ. പിന്നെ നമ്മൾ കാറ്ററിംഗ് ആണ് 25 വർഷമായിട്ട് കാറ്ററിംഗ് ചെയ്യുന്നത്. വെജിറ്റേറിയൻ കാറ്ററിംഗ് അല്ലേ? ഓക്കെ. ശരി. ഓക്കെ. അപ്പോൾ എല്ലാവിധ ആശംസകളും. ഓക്കെ. അപ്പോൾ ഇനി ഒട്ടും അമാന്തിക്കണ്ട. നല്ല വെജിറ്റേറിയൻ സദ്യ കഴിക്കണം തോന്നിച്ചാൽ നേരെ വെച്ച് പിടിക്കുക ദേവകീയം ഊട്ടുശാലയിലേക്ക്. ഇനി അവിടെ പോകാൻ പറ്റിയില്ലെങ്കിൽ പാഴ്സലായിട്ടും കിട്ടും സദ്യ. സൈഡ് ലൈറ്റ്സിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ അല്ലേ? അതുപോലെ തന്നെ ചാനലിൽ കാണിച്ചിട്ടുള്ള ബെൽ ബട്ടൺ അമർത്തിയാൽ ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാ വ്യൂവേഴ്സിനും ഒരിക്കൽ കൂടി ബൈ.